ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൽ നിന്ന് വന്ന അത്യാവശ്യം ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത്. ഓക്കെ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ എളുപ്പമാണ്, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സാധാരണ നമ്മളോട് ഇങ്ങനത്തെ തന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കാറുള്ളത്. ഇവിടെ ഈക്വൽ ടു 80 എന്ന് തന്നിട്ടുണ്ട്, എന്നെ എത്ര ഇരിക്കുന്നു ചോദിച്ചിരിക്കുക, നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വാല്യൂ 80 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് തന്നിട്ടില്ല എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ എഴുതാം? നോർമലി എന്തായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ആണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എൻ എ റേസ് ടു എൻ മൈനസ് ഒന്നായിരുന്നു. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിച്ച കാര്യം എൻ കണ്ടുപിടിക്കുക, എ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക തരുന്നത്. ഇവിടെ എൻ ആയിട്ട് തന്നെയാണ്, അപ്പോൾ അതുപോലെ എഴുതി കൊടുത്തു. എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? എയുടെ സ്ഥാനത്ത് 2 അല്ലേ? ഓക്കെ, 2 റേസ് ടു എൻ മൈനസ് 1. ഇതാണ് നമ്മുടെ പഠിച്ച് വെച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതാണ് നമുക്കറിയാം. ഇത് എത്രയും തന്നിട്ടുണ്ട്? 80 ആണ് തന്നിട്ടുണ്ട്. അതായത് n ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു 80. ഏത് n കൊടുത്താൽ ഇത് ശരിയാവുന്നുള്ളത്. ഇതിന് കുറച്ച് ലോജിക്കും കുറച്ച് കോമൺ സെൻസും മതി. നോക്കി നോക്കടാ, 2ൻ്റെ ഏതോ ഒരു പവറിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 80 കിട്ടി അല്ലേ? 2ൻ്റെ പവേഴ്സ് നമുക്ക് ഒരു 10 വരെ പവേഴ്സ് നിങ്ങൾ കാണാതെ അറിയണം. 2ൻ്റെ പവേഴ്സ് 2, 4, 8, 16, 32, 64, 128 ഇങ്ങനെ പോകണതാണ്. 256 അങ്ങനെ 1024 വരെ പോകും. അത് കഴിഞ്ഞും പോകും. ഓക്കെ, അപ്പോൾ 2ൻ്റെ ഏതോ ഒരു പവറിന് n കൊണ്ട് ഗുണിച്ചപ്പോൾ 80 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഏത് പവറാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം ഇതിലേതാ വരാൻ ചാൻസ് എന്നുള്ളത്. ഇതിപ്പോൾ 2 റേസ് ടു 1 ആണ്. ഇത് 2 സ്ക്വയർ, ഇത് 2 ക്യൂബ്, ഇത് 2 റേസ് ടു 4, ഇത് 2 റേസ് ടു 5, ഇത് 2 റേസ് ടു 6 അങ്ങനെയൊക്കെയാണ്. എന്തായാലും 64 ഒന്നും ഇവിടെ വരില്ല, ഇല്ലല്ലോ. 64 ഒന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല. കാരണം 64ന് എന്തായാലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 80 ആക്കാൻ പറ്റില്ല. 32 ഇവിടെ വരാൻ ചാൻസ് ഇല്ല. 32 നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 80 കിട്ടാൻ ചാൻസ് ഇല്ല, ഇല്ലല്ലോ. 16 ആണ് പിന്നെയും ചാൻസ്. ഓക്കെ, അതായത് 2 റേസ് ടു 4. ഇത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഏറ്റവും നല്ലത്. n ഈക്വൽ ടു 4 ഒന്ന് നമുക്ക് കൊടുത്ത് നോക്കാം അല്ലേ? n ഈക്വൽ ടു 4 കൊടുത്താൽ എന്താ വരിക, 5 കൊടുത്താൽ എന്താ വരിക എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. n ഈക്വൽ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു 2 റേസ് ടു 4 മൈനസ് 1 ആണ് വരിക. 80 കിട്ടുന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു 4 ഉറപ്പിക്കാം. 4 ഇൻറ്റു 2 റേസ് ടു 4 മൈനസ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 ക്യൂബ്. 4 ഇൻറ്റു 2 ക്യൂബ് നിങ്ങൾ കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 32 ആണ്. അപ്പോൾ അതല്ല, 4 കൊടുത്തിട്ട് കാര്യമില്ല. ഇനിയും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും കുറയുക ചെയ്യുക. അപ്പോൾ നമുക്ക് n ഈക്വൽ ടു 5 ഒന്ന് കൊടുത്ത് നോക്കാം. 5 ഇൻറ്റു 2 റേസ് ടു 5 മൈനസ് 1, അതായത് 5 ഇൻറ്റു 2 റേസ് ടു 4, 5 ഇൻറ്റു 16, 80 വരും. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്നിൻ്റെ വാല്യൂ 5 ആണ്. n ഈക്വൽ ടു 5 ആണ് ആൻസർ. ഓക്കെ, ഈ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഓക്കെ, അത്യാവശ്യം ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഇത് മുമ്പ് ഒരു തവണ ചെയ്ത് നോക്കിയ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും ടാലൻറ്റഡ് ആയിരിക്കണം. അങ്ങനെയായ കുട്ടികളുണ്ട്, ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇതിനെ ഞാൻ 2 കഷ്ണമാക്കാൻ പോവുക. കാരണം നമ്മൾ സൈൻ എക്സ് ബൈ എക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് കൊടുക്കാം അല്ലേ? നോർമലി നമ്മൾ ചെയ്യാറുള്ള ആദ്യം 0 ഇട്ട് കൊടുത്ത് നോക്കുക ചെയ്യുക. വേണമെങ്കിൽ ഞാൻ 0 ഇട്ട് കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ സൈൻ പൈ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ്റെ അവിടെ എക്സിൻ്റെ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ എന്ത് വരും? സൈൻ 0 വരും. താഴെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ അവിടെ 0 കൊടുക്കണം. 0 ഇൻറ്റു ഇവിടെ കോസ് 0 എന്നൊക്കെ വരും. കോസ് 2 ഇൻറ്റു 0 0 വരും. അപ്പോൾ എന്തായാലും 0/0 ഫോം വരും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, താഴെയും 0 ആണ്. ഓക്കെ, 0/0 ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുന്ന വഴിയാണ്, ഇതിന് ഞാനൊരു കഷ്ണമായിട്ട് എഴുതും. കോസ് 2x സെപ്പറേറ്റ് മാറ്റി നിർത്തും. സൈൻ പൈ എക്സ് ബൈ എക്സ്, വെറും കോസ് 2x അല്ല, 1/cos 2x ആണ്. ശരി, ഇനി ഞാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ പൈ എക്സ് ബൈ എക്സ് ഒരു ലിമിറ്റും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/cos 2x മറ്റൊരു ലിമിറ്റും. ഇങ്ങനെ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് കോസിന് 0 കൊടുത്താൽ യാതൊരു പ്രശ്നവുമില്ല, ആൻസർ 1 കിട്ടുക. കോസ് 0 1 അല്ലേ? അപ്പോൾ ഇവിടെ ധൈര്യമായിട്ട് എനിക്ക് 0 അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കോസ് 0 അതിനെ ഞാൻ മാറ്റി വെച്ചത്. ശരി, ഇനി നമുക്ക് ഇപ്പോൾ ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈൻ എക്സ് ബൈ എക്സ് കിട്ടും. ഇവിടെ പക്ഷേ പൈ എക്സ് ആണ്, താഴെ ഒരു എക്സും ആണ്.
അത് ഹാൻഡിൽ ചെയ്യാനുള്ള വഴി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. സൈൻ പൈ എക്സ്, താഴെ ഒരു പൈ എക്സ് ഉണ്ടായാൽ മതിയായിരുന്നില്ലേ? ഒരു താഴെ ഒരു പൈ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ മുകളിലൊരു പൈ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് ക്യാൻസലായി പോയിക്കോളും. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ഇത് ശരിക്കും ഈ ലിമിറ്റ് ഇവിടെ എഴുതണ്ടായിരുന്നു. ലിമിറ്റ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, 0 അവിടെ ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ആൻസർ അവിടെ തന്നെ ചെയ്യാമായിരുന്നു. ഈ സ്റ്റെപ്പ് ഇവിടെ ചെയ്യണമെന്നില്ല. ശരി, ഇനി നോക്കി നോക്കാം. ഈ സംഭവം കണ്ടില്ലേ, നമ്മുടെ ഇൻറ്റൻഷൻ തന്നെ അതായിരുന്നു. സൈൻ പൈ എക്സ് ബൈ പൈ എക്സ് കൊണ്ടുവന്ന് സൈൻ എക്സ് ബൈ എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ 1 കൊടുക്കാം, കാരണം ഇവിടെ എക്സ്റ്റൻസ് 0 കൂടെയാണ്. പക്ഷേ ഇവിടെ എന്താക്കി കൊടുക്കണം, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ 2x എന്നോ 3x എന്നോ 4x എന്നൊക്കെ ആക്കി കൊടുക്കാം, അതൊക്കെ 0ലേക്ക് തന്നെ പോകണ്ടാവും. ഇപ്പോൾ നോക്കി നോക്കൂ, അപ്പോൾ നമുക്ക് പൈ എക്സ് ആണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇവിടെയും പൈ എക്സ് ആയി കൊടുക്കും. അപ്പോൾ ഇവിടെയും ഞാൻ പൈ എക്സ് ആക്കി കൊടുത്തു. ഇപ്പോൾ ആ ഫോമാറ്റിൽ വന്നു. ധൈര്യമായിട്ട് നമുക്ക് 1 എന്ന് എഴുതാം, ഇൻറ്റു പൈ. ഓക്കെ, ഇൻറ്റു ഇവിടെ 0 നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 1/cos 0 അല്ലേ? 1 ഇൻറ്റു പൈ, പൈ 1/cos 0 എന്ന് പറഞ്ഞാൽ 1/1, അത് 1 തന്നെ ആയിപ്പോവും, പൈ. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്ന കൺസെപ്റ്റാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനാണ്. കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല, 2 കഷ്ണമാക്കി എന്നിട്ട് സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പൈ മുകളിലും താഴെയും കൊടുത്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. വേറെ ഒന്നും ചെയ്തില്ല, ചെയ്ത് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനാണ്.